Today we will be discussing about MD5 message digest algorithm. Message digest എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഹാഷ് ഫങ്ഷൻസ് പഠിച്ചു. ഹാഷ് ഫങ്ഷൻ്റെ പർപ്പസ് മെസ്സേജിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവറിൽ എത്തിയത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അല്ല പോണ ട്രാൻസിറ്റിൽ അതിൽ മോഡിഫിക്കേഷനോ ഇൻസേർഷൻ ഡിലീഷൻ അപ്ഡേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതാണ് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ. മെസ്സേജ് ഒതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ടിപ്പിക്കൽ ഹാഷ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് MD5 എന്ന് പറയുന്ന ഒരു ഹാഷ് അൽഗോരിതമാണ്. അപ്പോൾ ഈ ഹാഷ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂവിനാണ് നമ്മൾ മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് അൽഗോരിതം ഈസ് കോൾഡ് MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ റോൺ റിവേസ്റ്റ്. നമ്മൾ RSA അൽഗോരിതം പഠിച്ചിരുന്നു. അതിൽ RSA അത് ഡെവലപ്പ് ചെയ്ത 3 പേരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരുന്നു അത്. റോൺ റിവേസ്റ്റ്, ഷാമിർ ആൻഡ് അഡിൽമാൻ. അപ്പോൾ ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ ആളാണ് ഈ അൽഗോരിതം MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്യൂർ ഹാഷ് അൽഗോരിതമാണ്. MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാമാണ് ഇതിൽ കാണുന്നത്. ഫസ്റ്റ് കാണുന്ന പോർഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ ലെങ്ത് ആണ് K ബിറ്റ്സ്. ഇനി നമ്മൾ 5 സ്റ്റെപ്സ് ആയിട്ടാണ് ഇതിന് പ്രോസസ്സിങ് നടത്തുക. അപ്പോൾ ഏറ്റവും ഓരോ സ്റ്റെപ്പിൽ ഓരോ രീതിയിൽ നമ്മൾ ഇൻപുട്ടിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുപോകുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ഒരു പോർഷൻ, അതായത് പാഡ് ചെയ്യുക. എത്രയോ ബിറ്റ്സിനെ നമ്മൾ പാഡ് ചെയ്യുന്നു. അപ്പോൾ പാഡ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു റിക്വയർഡ് ലെങ്ത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പാഡിങ്ങിൻ്റെ പർപ്പസ്. ഈ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് മെസ്സേജിൻ്റെ ലെങ്ത്ത് നമ്മൾ ലാസ്റ്റ് അപ്പൻഡ് ചെയ്യുക ഇൻ 64 ബിറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പോർഷൻ പാഡ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ മെസ്സേജിൻ്റെ ഒറിജിനൽ ലെങ്ത്, അതായത് കെയുടെ വാല്യൂ ആണ് നമ്മളിവിടെ ലാസ്റ്റ് 64 ബിറ്റ്സിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും പോർഷൻ കഴിയുമ്പോൾ മെസ്സേജ് ഏത് ഫോമിൽ എത്തണം? ഈ ഒരു ഫോമിലേക്ക് എത്തണം. ഇതിൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് L × 512 ബിറ്റ്സ്. 512 ബിറ്റ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വേണം നമുക്ക് ഈ എൻ്റയർ മെസ്സേജിനെ കിട്ടാൻ. ഇനി 512 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? N × 32. 16 × 32 നമുക്ക് 512 ഈക്വലൻ്റ് ആയിട്ട് കിട്ടും. സോ 16 32 ബിറ്റ് വേർഡ്സിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്കൊരു 512 ബിറ്റ് ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ മെസ്സേജിനെ ഫസ്റ്റ് ചെയ്യുന്നത് പാഡ് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുന്നത് ലെങ്ത് അപ്പൻഡ് ചെയ്യുക. അപ്പോൾ ഈ 2 പ്രോസസ്സും കഴിയുമ്പോൾ നമ്മളുടെ മെസ്സേജിൻ്റെ ലെങ്ത് ഈ 512 ബിറ്റിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടണം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ എൻ്റയർ മെസ്സേജിനെ 512 ബിറ്റ്സിൻ്റെ ബ്ലോക്കാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് 512 ബിറ്റാണ് y0 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 512 ബിറ്റ് y1, അങ്ങനെ എക്സെട്ര അപ് ടു YL-1. അപ്പോൾ ടോട്ടൽ 512 ബിറ്റ് ബ്ലോക്സ് ആണുള്ളതെങ്കിൽ നമുക്ക് L-0 മുതൽ L-1 വരെയുള്ള ബ്ലോക്സ് ആയിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്ക്, അങ്ങനെ L-1 ബ്ലോക്സ്. ഓരോ ബ്ലോക്കിൽ എത്ര ബിറ്റ് വീതമുണ്ട്? 512 ബിറ്റ് വീതമുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ ബ്ലോക്ക് എടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പ്രോസസ്സിങ്ങിൻ്റെ ആ അൽഗോരിതത്തിൻ്റെ ജസ്റ്റ് ബ്ലോക്കാണ് ഈ കാണിച്ചേക്കുന്നത്. HMD5 അപ്പോൾ ഹാഷ് ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മെയിൻ കോർ ഫംഗ്ഷനാണ് ഈ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതിലേക്കുള്ള ഇൻപുട്ടാണ് ഫസ്റ്റ് ബ്ലോക്ക്. Y0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻപുട്ട് ബ്ലോക്ക് നമ്മൾ കൊടുത്തു. 512 ബിറ്റാണ് അതിലുള്ളത്. പിന്നെ IV എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇനിഷ്യലൈസേഷൻ വെക്ടർ. നമ്മൾ നേരത്തെ DES എൻക്രിപ്ഷനൊക്കെ പഠിച്ചതാണ്. അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെക്ടറാണ് ഇനിഷ്യലൈസേഷൻ വെക്ടർ. അതിൻ്റെ ലെങ്ത് 128 ബിറ്റാണ്. അപ്പോൾ ഈ 128 ബിറ്റ് ഇൻപുട്ടും IV-യും 512 ബിറ്റിൻ്റെ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ബ്ലോക്കും കൂടി എടുക്കുന്നു. അൽഗോരിതം പ്രോസസ്സ് ചെയ്യുന്നു. ഇറ്റ്സ് ജനറേറ്റ് അനദർ 128 ബിറ്റ്. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന CV1 നമ്മൾ ചെയിനിങ് വേരിയബിൾ 1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും 128 ബിറ്റാണ്. ഇനി ഈ കിട്ടുന്ന ചെയിനിങ് വേരിയബിളും നെക്സ്റ്റ് ഇൻപുട്ട് ബ്ലോക്കും കൂടി എടുക്കുന്നു. വീണ്ടും ഇതേ അൽഗോരിതം പ്രോസസ്സ് ചെയ്യുന്നു. ജനറേറ്റ്സ് നെക്സ്റ്റ് ചെയിനിങ് വേരിയബിൾ CV2. അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ L-1 ബ്ലോക്ക് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ കിട്ടുന്ന ലാസ്റ്റ് 128 ആയിരിക്കും നമ്മളുടെ റിക്വയർഡ് ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ഡൈജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. ഇനി ഈ HMD5-നുള്ളിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ നമ്മളുടെ MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതത്തിലെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജിൻ്റെ ലെങ്ത് എത്ര വേണമെങ്കിലും ആവാം, എനി ആർബിട്രറി ലെങ്ത്, ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഔട്ട്പുട്ട് എ 128 ബിറ്റ് മെസ്സേജ് ഡൈജസ്റ്റ്. നമ്മൾ ഈ ഫിഗറിൽ കണ്ടു. ഇവിടെ മെസ്സേജിൻ്റെ ലെങ്ത് K ബിറ്റ്സ് എന്നേ പറഞ്ഞുള്ളൂ. Kക്ക് റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയത് 128 ബിറ്റ് ഡൈജസ്റ്റ് ആണ്. അപ്പോൾ എത്ര ലെങ്ത് ഉള്ള മെസ്സേജ് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് 128 ബിറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് 512 ബിറ്റ്സിൻ്റെ ബ്ലോക്ക് വീതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എൻ്റയർ മെസ്സേജിനെ പാഡ് ചെയ്ത് ലെങ്ത്തും അപ്പൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 512ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് ആ ലെങ്ത് കിട്ടുക. എന്നിട്ട് നമ്മളതിനെ എത്ര 512 ബിറ്റ് ബ്ലോക്സ് ആണുള്ളത് അത്രയൊക്കെ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഇവിടെ L-512 ബിറ്റ് ബ്ലോക്സ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് Y0 മുതൽ YL-1 വരെ നമ്മളതിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര വരും? L ബ്ലോക്സ് വരും. ഓരോന്നിലും 512 ബിറ്റ് വീതം. ഇനി ഓരോ 512 എടുത്തിട്ടാണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെയിനിങ് വേരിയബിളിലാണ് നമ്മുടെ അപ്ഡേഷൻ നടക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക്, അതായത് L-1 ബ്ലോക്കിൻ്റെയും പ്രോസസ്സിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും നമ്മളുടെ റിക്വയർഡ് 128 ബിറ്റ്
മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഇനി പ്രോസസ്സിങ്ങിലെ സ്റ്റെപ്സ് നമ്മൾ പറയുകയാണ്. മെയിനായിട്ട് 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്പെൻഡിങ് ദ പാഡിംഗ് ബിറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ കണ്ടു ഈ ഒരു പോർഷനാണ് നമ്മളുടെ പാഡിംഗ് ബിറ്റ്സ് അപ്പെൻഡ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഇതിൻ്റെ അത് നോക്കി നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് നമ്മൾ 1 ആണ് അപ്പെൻഡ് ചെയ്തേക്കുന്നത്. അതിനെ ഫോളോ ചെയ്തേക്കുന്നത് ഇനി നമ്പർ ഓഫ് സീറോസ്. ഇനി എത്ര സീറോ ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് 512 മൾട്ടിപ്പിൾ എത്താൻ വേണ്ടി എത്ര വേണമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര സീറോ വേണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദ മെസ്സേജ് ഈസ് പാഡഡ് സോ ദാറ്റ് ലെങ്ത് ഇൻ ബിറ്റ്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 448 മോഡുലോ 512. അപ്പോൾ നമ്മൾ ഈ സീറോസ് അല്ലെങ്കിൽ 1 ഫോളോഡ് ബൈ സീറോസ് നമ്മൾ പാഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 512 അടുത്ത മൾട്ടിപ്പിൾ ഏതാണോ ആ മൾട്ടിപ്പിളിനേക്കാളും 64 ബിറ്റ്സ് താഴെ വേണം നമുക്ക് കിട്ടാൻ. ഈ 64 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെസ് പറയുന്നത് അത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഈ ലെങ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി 64 ബിറ്റ്സിനെ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെസ്സേജിൻ്റെ ലെങ്ത് ഇവിടെയുണ്ട്. ഇവിടെ നമുക്കൊരു 64 ബിറ്റും ഉണ്ട്. ഈ മെസ്സേജും 64ഉം കഴിഞ്ഞ് ബാക്കി എത്രയും കൂടി ആഡ് ചെയ്താൽ 512 മൾട്ടിപ്പിൾ കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അത്രയും ബിറ്റ്സ് ആയിരിക്കണം നമ്മൾ പാഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 448 മോഡുലോ 512 എന്ന് പറഞ്ഞിരിക്കുന്നത് 64 കുറച്ചിട്ടാണ്. 512 മൈനസ് 64 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ 448 കിട്ടുക. അപ്പോൾ നമ്മൾ പാഡ് ചെയ്ത് 448 ബിറ്റ്സ് വരെ എത്തിച്ചു. ഈ ബാക്കിയുള്ള 64 ബിറ്റായിട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും? ലെങ്ത്തും കൂടി അപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എൻ്റയർ മെസ്സേജ് 512 മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. ഇനി ഈ പാഡിങ് എപ്പോഴും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റ് മെസ്സേജിൻ്റെ ലെങ്ത് 448 തന്നെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാഡ് ചെയ്യും. പാഡ് ചെയ്തിട്ട് 512 അടുത്ത മൾട്ടിപ്പിളിലേക്ക് എത്തിക്കാൻ നോക്കും. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്പിളിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ചിലപ്പോൾ അതിനേക്കാളും അടുത്ത മൾട്ടിപ്പിൾ 512 സെക്കൻഡ് മൾട്ടിപ്പിൾ എടുക്കുക. അപ്പോൾ മെസ്സേജിൻ്റെ ലെങ്ത് എത്രയാണെങ്കിലും നമുക്ക് വേണ്ട ലെങ്ത് ആണെങ്കിലും കറക്റ്റ് ലെങ്ത് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പാഡിങ് ചെയ്യും. പാഡിങ് ഈസ് ഓൾവേസ് ഡൺ ആൻഡ് ദ നമ്പർ ഓഫ് പാഡിങ് ബിറ്റ്സ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 1 to 512. അപ്പോൾ 1 ബിറ്റ് മുതൽ 512 ബിറ്റ്സ് വരെ നമുക്ക് പാഡ് ചെയ്യാം. ഇനി പാഡിങ്ങിൽ ഉപയോഗിക്കേണ്ട പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു 1 ഫോളോഡ് ബൈ നെസസറി നമ്പർ ഓഫ് 0 ബിറ്റ്സ്. അപ്പോൾ നമ്മൾ പാഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെസ്സേജിൻ്റെ കൂടെ നമ്മൾ 1 ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് സീറോസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ബിറ്റായിട്ട് കിട്ടണം? നമുക്ക് 512 അടുത്ത മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക. ആ മൾട്ടിപ്പിളിൽ നിന്ന് -64 ചെയ്താൽ കിട്ടേണ്ട എത്രയാണോ അവിടെ വരെ ആയിരിക്കണം നമ്മൾ എത്തേണ്ടത്. അപ്പം ഈ കേസിൽ നമ്മൾ 448 പറഞ്ഞത് 512 മൈനസ് 64 ആണ് ഈ 448. അപ്പോൾ 448 ബിറ്റ് വരെ നമ്മൾ പാഡ് ചെയ്ത് എത്തിച്ചു. ഈ ബാക്കി 64ലേക്ക് എന്ത് ആഡ് ചെയ്താൽ മതി? ലെങ്ത്തും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 512 ബിറ്റ്സ് ആകും. സോ ഇറ്റ് വിൽ ബിക്കം എ മൾട്ടിപ്പിൾ ഓഫ് 512. അപ്പോൾ അത് ഓരോരോ ബ്ലോക്കായിട്ട് എടുത്ത് പിന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ MD5ൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൻ ദ പാഡിംഗ് ബിറ്റ്സ്. അപ്പോൾ പാഡിങ് നമ്മൾ എത്രയാണ് മെസ്സേജിൻ്റെ ലെങ്ത് എങ്കിലും നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട സ്റ്റെപ്പാണ് പാഡിംഗ് ബിറ്റ്സ് അപ്പൻ ചെയ്യുക എന്ന് പറയുന്നത്. യു ഹാവ് ദ സെക്കൻഡ് സ്റ്റെപ്പ് അപ്പം എന്താ ലെങ്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പാഡിങ് കഴിഞ്ഞാൽ ലാസ്റ്റ് കാണുന്ന പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ 64 ബിറ്റ്സ് നമ്മളെ ഒറിജിനൽ മെസ്സേജ് പാഡിങ് ഒന്നും ഇല്ലാത്ത ഒറിജിനൽ മെസ്സേജിൻ്റെ ഈ കെ ഉണ്ടല്ലോ, ഈ കെ എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കണം നമ്മൾ ഈ 64 ബിറ്റ്സിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പെൻഡിങ് ദ ലെങ്ത് മീൻസ് 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലെങ്ത് ഇൻ ബിറ്റ്സ് ഓഫ് ദ ഒറിജിനൽ മെസ്സേജ്. പാഡിങ്ങിന് മുമ്പുള്ള മെസ്സേജിൻ്റെ ലെങ്ത് നമ്മൾ 64 ബിറ്റ്സ് ആക്കി അതിനുള്ളിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 സ്റ്റെപ്പിൻ്റെയും പ്രോസസ്സിങ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കണം കിട്ടുന്ന മെസ്സേജ് ഈ ഒരു ഫോമിലേക്ക് കിട്ടണം. ദാറ്റ് ഈസ് വിച്ച് ഈസ് എ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 512. 512 മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കണം ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ്. സോ 2 സ്റ്റെപ്പ് പ്രോസസ്സ് കഴിയുമ്പം 512 ബിറ്റ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് മെസ്സേജിനെ കിട്ടി. ഇനി നമ്മൾ മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. പല 512 ബിറ്റിൻ്റെ ബ്ലോക്സിൻ്റെ സീക്വൻസ് ആക്കി മാറ്റുന്നു. സോ എൻ്റയർ മെസ്സേജിനെ നമ്മൾ y0, y1 എക്സെട്ര അപ് ടു yl-1 എന്ന് പറഞ്ഞ ബ്ലോക്സ് ആക്കി മാറ്റി. ഇനി ഓരോ ബ്ലോക്കിലും എത്ര ബിറ്റ് വീതമുണ്ട്? 512 വീതമുണ്ട്. അപ്പോൾ 512 ബിറ്റ്സിൻ്റെ ബ്ലോക്സ് ആക്കിയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇത്, സെക്കൻഡ് ബ്ലോക്ക് ഇത്, തേർഡ് ബ്ലോക്ക് ഇത്, അങ്ങനെ l-1 ബ്ലോക്ക് വരെ. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ l×512 ബിറ്റ്സ് ആയിരിക്കും അതിൽ വരിക. ഇനി ഈ 512 ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 16 32 ബിറ്റ് വേർഡ്സിന് ഈക്വലൻ്റ് ആണ് ഈ 512 എന്ന് പറഞ്ഞത്. 16 × 32 ഈസ് ഈക്വൽ ടു 512. അപ്പോൾ 32 ബിറ്റ് വീതമുള്ള വേർഡ്സ് 16 എണ്ണത്തിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 512 ബിറ്റ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു ബ്ലോക്കിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും 16 32 ബിറ്റ് വേർഡ്സ് എന്ന് പറയാൻ പറ്റും ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനെ. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസ് MD ബഫർ, അതായത് മെസ്സേജ് ഡൈജസ്റ്റ് ബഫർ. അപ്പോൾ ഈ ബഫറാണ് ശരിക്കും നമ്മളുടെ കോറായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബഫർ. അപ്പോൾ ഒരു 128 ബിറ്റ് ബഫറാണ്. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഫൈനൽ റിസൾട്ട്സ് എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ രജിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ബഫറിനെ നമ്മൾ 4 രജിസ്റ്റേഴ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 4 32 ബിറ്റ് രജിസ്റ്റേഴ്സ് A, B, C ആൻഡ് D. ഇനി ഇതിൽ ഈ രജിസ്റ്റേഴ്സിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനിഷ്യലൈസേഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ലിറ്റിൽ എൻഡിയൻ ഫോമാറ്റിലാണ്. എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ലോവർ അഡ്രസ് ബൈറ്റ് പൊസിഷനിൽ. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഈ 01 ആയിരിക്കും ഫസ്റ്റ്, ദെൻ 23, ദെൻ 45 ആൻഡ് 67.
അപ്പോൾ ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്, നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് ബഫറിനെ ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഈ ബഫറാണ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും ഫൈനൽ റിസൾട്ടും ഒക്കെ ഹോൾഡ് ചെയ്യുന്നത്. ഈ ബഫറിനെ നമ്മളൊരു 128 ബിറ്റ് ബഫറാണ് യൂസ് ചെയ്യുന്നത്. അതിന് 4 32 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ 32 × 4 എന്ന് പറയുമ്പോൾ 128 ബിറ്റ് വാല്യൂ. സോ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 രജിസ്റ്റേഴ്സ്, ഓരോന്നിലും 32 വീതം. സോ ടോട്ടൽ 32 + 32 + 32 + 32, ദാറ്റ് ഈസ് 128 ബിറ്റ് ബഫർ. Next is the fourth step, that is the processing of message in 512 bit blocks. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളുടെ അൽഗോരിതത്തിൻ്റെ കോർ എന്ന് പറയാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇനിഷ്യലൈസേഷനോ അല്ലെങ്കിൽ മെസ്സേജിൻ്റെ പ്രീ പ്രോസസ്സിംഗ് ഒക്കെയാണ് ചെയ്തത്. ഇനി ഈ ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ മെയിനായിട്ട് ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജിനെ പ്രോസസ്സ് ചെയ്യുക, ഓരോ ബ്ലോക്ക് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് 512 ബിറ്റ് ബ്ലോക്ക് ചെയ്തെടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഈ 512 നമുക്ക് എങ്ങനെ പറയാമെന്ന് പറഞ്ഞു, 16 32 ബിറ്റ് വേർഡ്സ് എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ 16 വേർഡ് ബ്ലോക്സ് എന്നും പറയും. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ ഹാർഡായിട്ടുള്ള പോർഷനാണ് നമ്മളെ കംപ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള കോർ ഫംഗ്ഷൻ. അപ്പോൾ കോർ ഫംഗ്ഷനിൽ നമുക്ക് കാണാം 1 2 3 4 4 റൗണ്ടാണ് നമ്മളുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ റൗണ്ടിലും 16 സ്റ്റെപ്പ് വീതം ഉണ്ടല്ലോ. സോ 4 × 16 ദാറ്റ് ഈസ് 64 സ്റ്റെപ്സാണ് ഇതിനുള്ളിൽ വരേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത് പ്രോസസ്സിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ YQ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തേക്കുന്നത് നമ്മളുടെ ഇൻപുട്ട് ബ്ലോക്ക്. ഓരോ പ്രോസസ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന കറണ്ട് ഇൻപുട്ട് ബ്ലോക്കാണ് ഈ YQ. അപ്പോൾ Y0 ആദ്യം എടുക്കും, നെക്സ്റ്റ് ടൈം Y1 വരും, നെക്സ്റ്റ് Y2 വരും, Y3 വരും, അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പോകും. ഇനി ഈ CVQ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ചെയിനിങ് വേരിയബിൾ Q. ഇപ്പോൾ ക്യൂത്ത് ബ്ലോക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ Q0 ആണ് ഫസ്റ്റ്, 0th ബ്ലോക്കാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ CV0 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇനിഷ്യലൈസേഷൻ വെക്ടർ. നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്ന ABCDയിലെ വാല്യൂസ് ആയിരിക്കും ഫസ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ കാണിച്ചേക്കുന്ന CVQ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ABCD നമ്മൾ രജിസ്റ്റേഴ്സിൽ ഇനിഷ്യലൈസ് ചെയ്തപ്പോൾ കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്തായിരുന്നു, ഈ പറഞ്ഞ വാല്യൂസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ബ്ലോക്കിന് പ്രോസസ്സിങ് ആകുമ്പോൾ. ഇനി അപ്പോൾ ABCDയിൽ ഇനിഷ്യൽ വാല്യൂസ് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്ത് ബഫറിൽ വെച്ചേക്കുന്ന വാല്യൂസ്. ഇനി ആദ്യം ഫസ്റ്റ് Y0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട് ബ്ലോക്ക് എടുത്തു. അപ്പോൾ ഇത്രയായല്ലോ ABCD വാല്യൂസുമായി ഈ Y0 എന്ന് പറഞ്ഞ ബ്ലോക്കുമായി. ഇനി അഡീഷണലായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളോട് യൂസ് ചെയ്യുന്നുണ്ട്. FGHI ഓരോ റൗണ്ടിലും ഓരോ ഫങ്ഷൻസ് കാണുന്നുണ്ട്. ഇത് ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലോജിക്കൽ കണക്റ്റീവ്സ് ആയിരിക്കും നമ്മളതിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിക്കൽ ഫങ്ഷൻസിൻ്റെ ടേബിളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം FGHI, F എന്ന് പറഞ്ഞ ലോജിക്കൽ ഫങ്ഷൻ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യും, G എന്ന് പറഞ്ഞ സെക്കൻഡ് റൗണ്ടിൽ, H എന്ന് പറഞ്ഞ തേർഡ് റൗണ്ടിൽ, I എന്ന് പറയുന്ന ഫോർത്ത് റൗണ്ടിൽ. ഇനി അതിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, BCD. ഈ BCDനെ പല രീതിയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ FGHIയുടെ വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്നത്. സോ FGHI എന്ന് പറയുന്ന എല്ലാം ലോജിക്കൽ ഫങ്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ലോജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ F ഫസ്റ്റ് റൗണ്ടിൽ, G സെക്കൻഡ് റൗണ്ടിൽ, H തേർഡ് റൗണ്ടിൽ, I ഫോർത്ത് റൗണ്ടിൽ. നമ്മൾ ലോജിക്കലി എങ്ങനെ കമ്പൈൻ ചെയ്യുന്നുള്ളതാണ് ഈ ടേബിളിനുള്ളിൽ കാണുന്നത്. ദാറ്റ് ഈസ് B ആൻഡ് C ഓർ നോട്ട് B ആൻഡ് D. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നത് ഈ BCD മാത്രമേ നമ്മൾ ലോജിക്കൽ ഫങ്ഷൻസിൻ്റെ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ BCD നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നത് ആൻഡ്, ഓർ, നോട്ട്, XOR ഈ പറഞ്ഞ 4 ഓപ്പറേഷൻസ് ഉപയോഗിച്ചാണ് ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലാണെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഉപയോഗിച്ചില്ല, ഈ ഒരു ലോജിക്കൽ ഫോമുല യൂസ് ചെയ്തിട്ട് BCD ഓപ്പറേറ്റ് ചെയ്യുക, റിസൾട്ട് കമ്പ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് ആകുമ്പോഴത്തേക്കും ഈ ജിയുടെ ഇക്വേഷനിൽ ജിയുടെ ഫോമുല കമ്പ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റിൽ തേർഡ് വൺ, Hഉം ലാസ്റ്റിൽ ഫോർത്ത് വൺ. അപ്പോൾ ഇതാണ് 4 ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ FGHI എന്ന് പറയുന്ന 4 ഫങ്ഷൻസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വേറെ 2 സാധനങ്ങളോട് ഇൻപുട്ടായിട്ട് കാണുന്നുണ്ട്. ഒന്ന് T, പിന്നെ ഒന്ന് X. ഇനി T 1 to 16 എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്ന ഒരു അറയാണ്. അപ്പോൾ ഈ അറയിൽ 64 വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ വാല്യൂ വീതം നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഉപയോഗിക്കും. റൗണ്ട് അല്ല, സ്റ്റെപ്പ്. നമുക്ക് 4 റൗണ്ടാണുള്ളത്, 1 2 3 4. ഓരോ റൗണ്ടിലും 16 സ്റ്റെപ്സ് വീതമുണ്ട്. സോ 4 × 16 എന്ന് പറയുമ്പോൾ എത്രയായി, 64 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഉപയോഗിക്കാനായിട്ട് ഓരോ വാല്യൂ വീതം നമ്മളുടെ T എന്ന് പറയുന്ന ടേബിളിലുണ്ടാവും. അപ്പോൾ T എന്ന് പറഞ്ഞാൽ ഒരു 64 വാല്യൂസ് ഉള്ളൊരു ടേബിളാണ്. ഇതാണ് ആ ടേബിൾ. നമ്മൾ സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ടേബിൾ. സോ T1 മുതൽ 16 വരെ നമ്മളിവിടെ ഉപയോഗിക്കും, ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിക്കും. ഫസ്റ്റ് റൗണ്ടിൽ 16 സ്റ്റെപ്പാണല്ലോ ഉള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത്, സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത്, തേർഡ് സ്റ്റെപ്പിൽ ഇത്, അങ്ങനെ 16 സ്റ്റെപ്പ് വരെ ഈ വാല്യൂസ്. ഇനി 17 മുതൽ 32 വരെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ ഉപയോഗിക്കും. 33 മുതൽ 48 വരെ അടുത്ത റൗണ്ടിൽ ഉപയോഗിക്കും. 49 മുതൽ 64 വരെ ഫോർത്ത് റൗണ്ടിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഓരോന്നും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ
സൈൻ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അതിലെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2^32 ഇൻറ്റു അബ്സല്യൂട്ട് ഓഫ് സൈൻ ഓഫ് ഐ, വേർ ഐ ഈസ് ഇൻ ദ റേഡിയൻസ്. അപ്പോൾ ഐയുടെ വാല്യൂ ഓരോന്നും വേരി ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് ഫോർമുല കമ്പ്യൂട്ട് ചെയ്യുക, ആ റിസൾട്ട് നമ്മൾ ഈ ടേബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടേബിളിലെ 1/4, അതായത് 64 വാല്യൂസ് ഉണ്ടെങ്കിൽ 16 വാല്യൂ വീതം നമ്മൾ ഓരോ റൗണ്ടിലും യൂസ് ചെയ്യും. അപ്പോൾ അതാണ് ടിയിലെ വാല്യൂസ്. അപ്പോൾ ടി നമ്മൾ എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എക്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിലെ തന്നെ ഒരു പോർഷനാണ്. നമ്മൾ ഈ വൈക്യൂ കറൻ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് ഏതാണോ ആ പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിലെ ഒരു പോർഷൻ ഓഫ് വാല്യൂസാണ് ഈ എക്സ് ഓഫ് ഐ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റൗണ്ടിലും അടുത്ത 2 റൗണ്ട്സിലും നമ്മൾ ഇതേ വാല്യൂസ് എക്സിലെ വാല്യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വാല്യൂ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ബിറ്റ്സിനെ ഒന്ന് പെർമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളൊരു പെർമ്യൂട്ടേഷൻ ചെയ്യും, ഇവിടെയും പെർമ്യൂട്ടേഷൻ ചെയ്യും, ഇവിടെയും പെർമ്യൂട്ടേഷൻ ചെയ്യും. അപ്പോൾ ഒരു സെയിം സെറ്റ് ഓഫ് വാല്യൂസ് തന്നെയാണെങ്കിലും പെർമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള റൗണ്ട്സിലേക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു റൗണ്ടിലേക്കുള്ള ഇൻപുട്സാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഫസ്റ്റ് വേണ്ടത് കറൻ്റ് നമ്മൾ ഏത് ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്യുന്നു. വൈ നോട്ട് ആണെങ്കിൽ ഫസ്റ്റ് വൈ നോട്ട് എന്ന് പറഞ്ഞ ബ്ലോക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചെയിനിങ് വേരിയബിൾ. ചെയിനിങ് വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇനിഷ്യൽ വാല്യൂസ് തന്നെയായിരിക്കും. നമ്മൾ ബഫറിൽ എ ബി സി ഡിയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും അതിൽ ഇനിഷ്യലി ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ബിയും സിയും ഡിയും ആണ് ഈ ലോജിക്കൽ ഫംഗ്ഷനുള്ളിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. പിന്നെ ടി 1 to 16 എന്ന് പറയുന്ന ഒരു അറേയാണ്. അതിലെ ഓരോ വാല്യൂസ് ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിലെ ഫസ്റ്റ് വാല്യൂ എടുത്തു. നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ നമ്മളെ ഈ എക്സ് വൈക്യൂ എന്ന് പറഞ്ഞ ബ്ലോക്കിലെ ഒരു സബ്സെറ്റ് ഓഫ് ബിറ്റ്സ് ആണ് ഈ എക്സ് ഓഫ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ എടുത്തു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. പിന്നെ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു. അപ്പോൾ T2 ഉപയോഗിച്ചു. എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് 16 സ്റ്റെപ്പും കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ എവിടെയാണ് അപ്ഡേറ്റ് ചെയ്തതെന്ന് നോക്കിയേ, എ ബി സി ഡി തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് അത് ഇൻപുട്ടായിട്ട് പാസ് ചെയ്തു. അടുത്ത റൗണ്ടിലാകുമ്പോൾ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഈ എ ബി സി ഡിയിലെ വാല്യൂസ് മാറി, ഇൻപുട്ട് ബ്ലോക്ക് സെയിം തന്നെ. പിന്നെ ഇവിടെ എഫ് ലോജിക് ഫംഗ്ഷൻ യൂസ് ചെയ്തത് ഇവിടെ എന്തായി ജി ആയിട്ട് മാറി. ഇനി ടി എന്ന് പറഞ്ഞാൽ 1 മുതൽ 16 വരെയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരുന്നത് ആ ടേബിളിലെ വാല്യൂസ്. അപ്പോൾ 17 മുതൽ 32 വരെ വാല്യൂസ് ആയിരിക്കണം സെക്കൻഡ് റൗണ്ട് ആയതുകൊണ്ട് ഉപയോഗിക്കേണ്ടത്. ഇനി എക്സിലെ വാല്യൂസ് നമ്മളൊന്ന് പെർമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത റൗണ്ടിൽ ഉപയോഗിക്കാം. ഈ റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എ ബി സി ഡി അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്ത റൗണ്ടിൽ ഇതേപോലെ തന്നെ ലോജിക്കൽ ഫംഗ്ഷൻ മാറി, ടിയുടെ വാല്യൂ മാറി, എക്സിനെ നമ്മൾ പെർമ്യൂട്ട് ചെയ്തു. വീണ്ടും പ്രോസസ്സിങ് കഴിയുമ്പോൾ അഗെയിൻ എ ബി സി ഡി ആർ അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഫോർത്ത് റൗണ്ടിലെത്തി. ഇവിടെ നമുക്ക് അപ്ഡേഷൻ കഴിയുമ്പോൾ ഈ കിട്ടുന്ന വാല്യൂസാണ് ഇതൊന്ന് എ, ഇത് ബി എ, ഇത് സി ആൻഡ് ഡി. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കി, അഡീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് റൗണ്ട് കഴിഞ്ഞ് കിട്ടിയ ഔട്ട്പുട്ടും ഫസ്റ്റ് റൗണ്ടിലുണ്ടായിരുന്ന ഇൻപുട്ടും ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വരുന്ന നമ്മളെ ഫസ്റ്റ് റൗണ്ടിലെ ഇൻപുട്ടാണ്. അതായത് എ ബി സി ഡിയിലെ ഇനിഷ്യൽ വാല്യൂസും അതാണ് ഈ നിൽക്കുന്ന 4 എണ്ണം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത എ ബി സി ഡിയിലെ 4 വാല്യൂസും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഫോർത്ത് റൗണ്ട് കഴിഞ്ഞ് കിട്ടിയ എയും ഫസ്റ്റ് റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എയും കൂടി ആഡ് ചെയ്തു. ഇനി അഡീഷൻ നോർമൽ അഡീഷൻ അല്ല, അഡീഷൻ മോഡുലോ 2^32. 32 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണല്ലോ എയും ബിയും സി ഡിയും എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അഡീഷൻ ഇസ് പെർഫോം മോഡുലോ 2^32. ഇപ്പോൾ ഇവിടെ 4 രജിസ്റ്റേഴ്സിനെ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുന്നു യൂസിങ് അഡീഷൻ മോഡുലോ 2^32. അപ്പോൾ ഈ അഡീഷൻ കഴിയുമ്പോൾ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ ഒരു 32, ഇവിടെയും 32, ഇവിടെയും 32, ഇവിടെയും 32. സോ 4 32 കൂടി നമുക്ക് എന്താവും 128 ബിറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തത് CV_Q+1. CV എന്ന് പറഞ്ഞാൽ ചെയിനിങ് വേരിയബിൾ Q+1. അപ്പോൾ 0th ബ്ലോക്കാണ് നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്തതെങ്കിൽ നമ്മൾ CV1 ജനറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇനി ഈ CV1 തന്നെ ഉപയോഗിച്ച് നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോസസ്സിങ് വരുമ്പോഴത്തേക്ക് ഇവിടെ Y1 ആയി, ഇവിടെ എന്തായി CV1 ആയി. അപ്പോൾ ഈ വാല്യൂ ആയിരിക്കും നമ്മൾ അടുത്ത ബ്ലോക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. എന്നിട്ട് വീണ്ടും നമ്മളതിൽ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മൾ അടുത്ത ബ്ലോക്കിലെ ചെയിനിങ് വേരിയബിളായിട്ട് യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ജനറൽ പ്രോസസ്സിങ് ഓഫ് എ സിംഗിൾ 512 ബിറ്റ് ബ്ലോക്ക്. ഒരു 512 ബിറ്റ് ബ്ലോക്കിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ Y0 പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ Y0 കിട്ടുന്ന CV_Q+1 ആയിരിക്കും ഈ Y1 പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും പ്രോസസ്സ് ചെയ്യുക. CV2 ജനറേറ്റ് ചെയ്തു, അത് അടുത്ത ബ്ലോക്ക് Y2 പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. സോ ദിസ് ഈസ് ദ ബേസിക് പ്രോസസ്സിങ് ഓഫ് എ സിംഗിൾ 512 ബിറ്റ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോർത്ത് സ്റ്റെപ്പായിരുന്നു. മെസ്സേജിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, 4 റൗണ്ട് പ്രോസസ്സിങ്. ഇനി ഓരോ റൗണ്ടിനും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. എല്ലാത്തിലും നമ്മളെന്ത് ഉപയോഗിക്കും, ഒരു ലോജിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, FGHI. ഓരോന്നിൻ്റെ ഡെഫിനേഷനും ടേബിളും നമ്മളിപ്പോൾ കണ്ടു. അതിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ്, ആ ലോജിക്കൽ ഫോമുല എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ എളുപ്പമുണ്ടാവും. ഇനി ഓരോ റൗണ്ടിലും ഇൻപുട്ടായിട്ട് നമ്മൾ നമ്മൾ ഏത് 512 ബിറ്റിൻ്റെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതൊരു ഇൻപുട്ട്, ദാറ്റ് ഈസ് YQ. അപ്പോൾ ടോട്ടൽ മെസ്സേജ് നമ്മൾ കുറേ 512 ബിറ്റ്സ് ആക്കി മാറ്റി. അതിലെ ഫസ്റ്റ് 512 ആയിരിക്കും ആദ്യം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഈ 128 ബിറ്റുള്ള ഒരു ബഫർ,
ABCD എന്ന് പറഞ്ഞാൽ 4 രജിസ്റ്റേഴ്സായിട്ട് നമ്മൾ 128 ബിറ്റ് ബഫർ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു ആദ്യം ഈ ഇനിഷ്യൽ വാല്യൂസ് ഉപയോഗിച്ച്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റൗണ്ട് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ ABCD അപ്ഡേറ്റ് ചെയ്യും. അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അത് മാത്രമല്ല, ഓരോ റൗണ്ടിലും നമ്മൾ എന്തൊക്കെ അഡീഷണൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു? T എന്ന് പറഞ്ഞ ടേബിൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുകൂടാണ്ട് എക്സ് എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റിന് തന്നെ ഒരു പോർഷൻ ഉപയോഗിക്കുമെന്നും പറഞ്ഞു. സോ നമ്മൾ ഉപയോഗിച്ച T എന്ന് പറഞ്ഞ ടേബിളാണ് ഈ കണ്ടത്. ഈ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് യൂസിങ് ദ സൈൻ ഫംഗ്ഷൻ. ഇനി ഈ കാണിച്ചിരിക്കുന്നത് ലോജിക്കൽ ഫംഗ്ഷൻസിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ട്രൂത്ത് ടേബിൾ നിങ്ങൾ ഒഴിവാക്കിയാലും ഈ FGHI ലോജിക്കൽ ഫംഗ്ഷൻസിൻ്റെ ആ ഫോമുല അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഇനി ഫോർത്ത് സ്റ്റെപ്പിൻ്റെ അവസാനം എത്തി. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോർത്ത് റൗണ്ട് ഈസ് ആഡഡ് ടു ദ ഇൻപുട്ട് ടു ദ ഫസ്റ്റ് റൗണ്ട് CVQ ടു പ്രൊഡ്യൂസ് CVQ+1. അതാണ് ഇവിടെ കണ്ട അഡീഷൻ. ഫോർത്ത് റൗണ്ടിൻ്റെ ഔട്ട്പുട്ടും ഫസ്റ്റ് റൗണ്ടിൻ്റെ ഇൻപുട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അഡീഷൻ മോഡുലോ 2^32. The addition is done independently using addition modulo 2^32. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന റൗണ്ട്. 4 റൗണ്ട് പ്രോസസ്സിങ് കഴിയുമ്പോൾ നമുക്ക് ഒരു ബ്ലോക്കിൻ്റെ പ്രോസസ്സിങ് ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള അങ്ങനെ എത്ര ബ്ലോക്സ് ഉണ്ടാവും? L ബ്ലോക്സ് ആണുള്ളതെങ്കിൽ നമ്മൾ അതിനെ എല്ലാ 512 ബിറ്റ് ബ്ലോക്സിനെയും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ബ്ലോക്കിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന 128 ബിറ്റ് വാല്യൂ ആയിരിക്കും നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. സോ എൽത്ത് സ്റ്റേജ് കഴിയുമ്പോൾ ഉള്ള 128 ബിറ്റ് വാല്യൂ ആയിരിക്കും നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. സോ ദീസ് ആർ ദ ഇക്വേഷൻസ്. ഇനി CV0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയിനിങ് വേരിയബിൾ, ആദ്യത്തെ ബ്ലോക്ക് പ്രോസസ്സ് ചെയ്യുമ്പോഴുള്ള ചെയിനിങ് വേരിയബിളിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഈക്വലൻ ടു IV. ഈ IV എന്ന് പറഞ്ഞാൽ നമ്മൾ ABCDയിൽ ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത 4 വാല്യൂസ് ഉണ്ടായിരുന്നു, അതാണ് IV. നെക്സ്റ്റ് CVI+1 അല്ലെങ്കിൽ ഓരോ Q+1 ഓരോ റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ചെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് സം. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിങ് സം ആണല്ലോ. ഇനി അതിനുള്ളിലുള്ള പ്രോസസ്സിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? CVQവിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ CVQവിന് നമ്മൾ എന്ത് ചെയ്തു? CVQവും YQ എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി പ്രോസസ്സ് ചെയ്യുന്ന ഏത് ഇൻപുട്ട് ബ്ലോക്കാണോ. അപ്പോൾ ഇതൊരു 512 ബിറ്റ് ബ്ലോക്ക് Y0 ആണെങ്കിൽ ആ Y0. അതുപോലെ CV0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ വാല്യൂ. ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യുന്നത്? F എന്ന് പറഞ്ഞ ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. RF ഓഫ് F എന്ന ലോജിക്കൽ ഫംഗ്ഷൻ F അപ്ലൈ ചെയ്തു. ഇനി ആ കിട്ടിയ റിസൾട്ടും നമ്മളുടെ ഇൻപുട്ട് ബ്ലോക്കും എടുത്തിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? അടുത്ത ലോജിക്കൽ ഫംഗ്ഷൻ G അപ്ലൈ ചെയ്തു. അപ്പോൾ Fഉം ഈ YQവും CVQവും ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? G അപ്ലൈ ചെയ്തു. ജിയുടെ കേസിൽ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മളുടെ ഇൻപുട്ട് ബ്ലോക്ക് എടുത്തു. പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ABCD ഉപയോഗിച്ചു. ഇനി ഈ കിട്ടിയ ഔട്ട്പുട്ട് എന്തോ ഉപയോഗിക്കുന്നു? അടുത്ത H ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് Iക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അതാണ് ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളുടെ ഇൻപുട്ട് ബ്ലോക്ക് YQ, വല്ല Y0 എന്ന ഫസ്റ്റ് 512 ബിറ്റ് ബ്ലോക്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിനിങ് വേരിയബിൾ 0. തുടക്കത്തിൽ അത് ഇനിഷ്യലൈസേഷൻ വെക്ടർ തന്നെ ആയിരിക്കും. ഇനി അതിൽ നമ്മൾ ഏത് ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു? F അപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന റിസൾട്ടിലും ഇൻപുട്ട് ബ്ലോക്കും കൂടി ഉപയോഗിച്ച് അടുത്ത ലോജിക്കൽ ഫംഗ്ഷൻ G അപ്ലൈ ചെയ്തു. ഇനി അതിൽ വീണ്ടും എന്ത് അപ്ലൈ ചെയ്തു? H അപ്ലൈ ചെയ്തു. അതിൽ വീണ്ടും I അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞ് കിട്ടുമ്പം നമ്മൾ 4 റൗണ്ട് കഴിഞ്ഞുള്ള ഔട്ട്പുട്ടായി. അത് നമ്മൾ എന്തിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്? ഇനിഷ്യൽ ഇൻപുട്ടുമായിട്ട് ആഡ് ചെയ്യുക, ഇനിഷ്യൽ ചെയിനിങ് വേരിയബിളുമായിട്ട് ആഡ് ചെയ്യുക. അഡീഷൻ മോഡിലോ 2^32. നമുക്ക് മെസ്സേജ് ഡൈജസ്റ്റ് എപ്പോഴാണ് കിട്ടുക? CVL-1. അത് L ബ്ലോക്സ് ആണല്ലെങ്കിൽ L-1 ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് CV0 മുതൽ Y0, എക്സെട്രാ അപ് ടു YL-1 വരെ ബ്ലോക്സ് ആയിരിക്കും ഉണ്ടാവുക. സോ YL-1 ബ്ലോക്കിന് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ആ ഫിഗറിൽ യൂസ് ചെയ്തിരിക്കുന്ന നൊട്ടേഷൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. IV ഈസ് ദ ഇനിഷ്യലൈസേഷൻ വാല്യൂ ഓഫ് ദ ABCD ബഫർ. നമ്മൾ ആ തേർഡ് റൗണ്ടിൽ ഇനിഷ്യലൈസ് MD ബഫർ എന്ന് പറഞ്ഞ 4 വാല്യൂസ് പറഞ്ഞു. YQ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ റൗണ്ടിലും പ്രോസസ്സ് ചെയ്യുന്ന 512 ബിറ്റ് ബ്ലോക്ക്. ആദ്യം Y0, പിന്നെ Y1, Y2, എക്സെട്രാ അപ് ടു. പിന്നെ L എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയുണ്ട് എന്നുള്ളത്. ഇനി CVQ എന്ന് പറഞ്ഞാൽ ചെയിനിങ് വേരിയബിൾ. ഇപ്പോൾ കറൻ്റ്ലി ഏത് ക്യൂത്ത് ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴുള്ള ചെയിനിങ് വേരിയബിളാണ് CVQ. ഇനി RFX എന്ന് പറഞ്ഞാൽ റൗണ്ട് ഫംഗ്ഷൻ. നമ്മൾ 4 ലോജിക്കൽ ഫംഗ്ഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ ആ റൗണ്ട് ഫംഗ്ഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. MD ഡിനോട്ട്സ് ഫൈനൽ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. ഇനി സം 32 അഡീഷൻ മോഡുലോ 2^32. ഇനി നമ്മൾ 64 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു. ഓരോ റൗണ്ട് 4 റൗണ്ടും ഓരോ റൗണ്ടിൽ 16 സ്റ്റെപ്സ് ചെയ്തു. അപ്പോൾ മൊത്തം 64 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പിനുള്ളിൽ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. MD5 കംപ്രഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഈച്ച് റൗണ്ട് കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് 16 സ്റ്റെപ്സ്. അപ്പോൾ ഈ 16 സ്റ്റെപ്പും ABCD എന്ന് പറഞ്ഞ ബഫേഴ്സിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗിൾ സ്റ്റെപ്പ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്.
ഇതാണ് സിംഗിൾ സ്റ്റെപ്പ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ എലമെൻ്ററി MD5 ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ 64 സ്റ്റെപ്പാണ് നമ്മൾ അതിനുള്ളിൽ ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ABCD വാല്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ABCD തന്നെയാണ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത്. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള പ്രസൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത് ഒറ്റ സ്റ്റെപ്പിൽ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ബിയും സിയും ഡിയും എടുത്തു. ഈ ജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോജിക്കൽ ഫംഗ്ഷൻ FGHI എന്ന് പറഞ്ഞാൽ 4 ലോജിക്കൽ ഫംഗ്ഷൻസ് പറഞ്ഞു. അത് റൗണ്ടിനനുസരിച്ച് നമ്മൾ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്തു യൂസിങ് B, C, D and D. അതാണ് ഈ പോർഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ ഓഫ് B, C and D. അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്, എ എടുത്തു, അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തു. അതാണ് ഈ പോർഷൻ. ദാറ്റ് ഈസ് A പ്ലസ് ദ ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈഡ് ഓൺ B, C, D. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ കൂടെ എക്സ് ഓഫ് കെ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സ് ചെയ്യുന്ന ബ്ലോക്കിൽ തന്നെ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ ഒരു സബ് പോർഷനാണ്. സോ എക്സ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ kth 32-bit വേർഡ് ഇൻ ദ ക്യൂത്ത് 512-bit ബ്ലോക്ക് ഓഫ് ദ മെസ്സേജ്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി പ്രോസസ്സ് ചെയ്യുന്നത് ഏത് 512-bit ബ്ലോക്കാണോ ആ ബ്ലോക്കിലെ kth 32-bit വേർഡ് അതായിരിക്കണം ഈ കെ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. എത്രാമത്തെ 32-bit വേർഡ് ആണോ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 512-bit ബ്ലോക്കിനെ നമുക്ക് 16 32-bit വേർഡ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു 512 16 × 13 ഈക്വലൻ്റ് ആണ്. അതുകൊണ്ട് ഒരു 512-bit ബ്ലോക്കിനെ നമുക്ക് 16 32-bit വേർഡ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു ബ്ലോക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ, അതായത് വൈനോട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ എത്രാമത്തെ 32-bit വേർഡിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അതാണ് ഈ കെ എന്ന് പറയുന്നത്. ആ കറസ്പോണ്ടിങ് കെ ഏതാണോ അതാണ് ഈ എക്സ് ഓഫ് കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ BCDക്ക് ലോജിക്കൽ ഫംഗ്ഷൻ G അപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന റിസൾട്ടും എയും കൂടി ആഡ് ചെയ്തു. നെക്സ്റ്റ് അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്തു, ആ കറസ്പോണ്ടിങ് XK ആഡ് ചെയ്തു. XK ഇപ്പോൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കറൻ്റ്ലി പ്രോസസ്സ് ചെയ്യുന്ന ഏത് ഇൻപുട്ട് ബ്ലോക്ക് ആണോ അതിലെ എത്രാമത്തെ 32-bit വേർഡിനെയാണോ യൂസ് ചെയ്യുന്നത് അതാണ് ഈ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് എക്സ് ഓഫ് കെ ആഡ് ചെയ്തു. ദെൻ T of I ആഡ് ചെയ്യുന്നു. T of I എന്ന് പറഞ്ഞാൽ നമ്മൾ T എന്ന് പറഞ്ഞ അറേ നമ്മൾ പറഞ്ഞു 64 വാല്യൂസ് ഉള്ള ഒരു അറേയാണ്. അതിൽ 1 മുതൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ T of 1 ഉപയോഗിക്കും, സെക്കൻഡ് സ്റ്റെപ്പിൽ T of 2 ഉപയോഗിക്കും, അങ്ങനെ. അപ്പോൾ T of 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്തു, എ ആഡ് ചെയ്തു, എക്സ് ഓഫ് കെ ആഡ് ചെയ്തു, പിന്നെ T of Iലുള്ള വാല്യൂ കൂടെ ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഈ കാണിച്ചേക്കുന്നത് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ എസ് ബിറ്റ്സ്. അപ്പോൾ ഈ അഡീഷൻ മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മളതിനെ എസ് ബിറ്റ്സ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പം മൊത്തം കിട്ടുന്ന അഡീഷൻ റിസൾട്ട് അതായിരിക്കും 32-bit ആയിരിക്കും. ആ 32-bit നമ്മൾ എസ് ബിറ്റ്സ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു, അഗെയിൻ ബി ആഡ് ചെയ്യുന്നു. ഉണ്ടല്ലോ ബി വരുന്നത്, ഈ ബി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഇത്രയും പോർഷനായിരിക്കും നമ്മളുടെ ഒരു അപ്ഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിഗറിനുള്ളിൽ ഈ ആഡ് ചെയ്ത വാല്യൂ ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, ബിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി ഇപ്പോൾ ബിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ നേരെ എടുത്ത് സിയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി സിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ എടുത്ത് ഡിയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഡിയിൽ ഉണ്ടായിരുന്ന വാല്യൂ എടുത്ത് എയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ABCDയിലെ വാല്യൂസ് എല്ലാം എന്തായി, അപ്ഡേറ്റ് ആയി. അപ്പോൾ ഇത് ഫസ്റ്റ് ഒറ്റ സ്റ്റെപ്പാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പും ഇതേപോലെ തന്നെയായിരിക്കും ചെയ്യുക. ഏത് റൗണ്ടാണോ അതിനനുസരിച്ച് ലോജിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുക, എക്സ് ഓഫ് കെ ഉപയോഗിക്കുക, സ്റ്റെപ്പിനനുസരിച്ച് T2 സെക്കൻഡ് സ്റ്റെപ്പ് ആയാലും T2 ഉപയോഗിക്കുക, തേർഡ് സ്റ്റെപ്പ് ആയെങ്കിൽ T3 ഉപയോഗിക്കുക, അങ്ങനെ. എന്നിട്ട് ആഡ് ചെയ്യുക, സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, എഗെയിൻ ഒന്നുകൂടി ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, പുതിയ ബി കിട്ടി. ഈ ബിയിൽ ഇപ്പോൾ ഉള്ള വാല്യൂ അടുത്ത് സിയിലിട്ടു, സിയിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഡിയിലേക്ക് കോപ്പി ചെയ്തു, ഡിയിലുള്ള വാല്യൂ എയിലേക്ക് കോപ്പി ചെയ്തു. അപ്പം ഓരോ സ്റ്റെപ്പും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ 64 സ്റ്റെപ്സ് കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ ഉള്ള ABCD വാല്യൂസ് ആയിരിക്കും നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് എ പ്രോസസ്സിംഗ് ഓഫ് സിംഗിൾ സ്റ്റെപ്പ് ഇൻ MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം. ഈ ലോജിക്കൽ ഫംഗ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോ റൗണ്ടിലും നമ്മൾ FGHI 4 ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. ഇനി നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് എക്സ് ഓഫ് ഐ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് നമ്മൾ ഉപയോഗിച്ചായിരുന്നു. ഓരോ റൗണ്ടിലും ലാസ്റ്റ് ഒരു എക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് എക്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ ഇൻപുട്ടിലെ തന്നെ ഒരു പോർഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ റൗണ്ടിൽ ഈ എക്സ് ഓഫ് ഐയിലുള്ള 16 വേർഡ്സ് വീതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 512-bit ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്, 16 വേർഡ്സ് ഉണ്ട്. ആ 16 വേർഡ്സ് അങ്ങനെ തന്നെ ഉപയോഗിക്കും. ഇനി സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴത്തേക്കോ നമ്മൾ അതിന് പെർമ്യൂട്ട് ചെയ്യും. ഇത് സെക്കൻഡ് റൗണ്ടിലെ പെർമ്യൂട്ടേഷൻ ഇക്വേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് തേർഡ് റൗണ്ടിലെ പെർമ്യൂട്ടേഷൻ, ഫോർത്ത് റൗണ്ടിലെ പെർമ്യൂട്ടേഷൻ. അപ്പോൾ ആ 32-bit തന്നെ നമ്മൾ പെർമ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂസിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈച്ച് ഓഫ് ദ
ഓരോ റൗണ്ടിലും നമ്മൾ എക്സിലുള്ള വാല്യൂസിനെ നമ്മൾ പെർമ്യൂട്ട് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദീസ് 3 ഇക്വേഷൻസ്. എന്നിട്ട് ആ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞുള്ള റിസൾട്ട് നമ്മൾ ഓരോ റൗണ്ട്സിലും എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ ഓഫ് MD5 മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം.